ഫാത്തിമാമാത കൂട്ടായ്മ. വലതുകാരം ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ ഞങ്ങൾ വീണു പോകാതെ അവിടുത്തെ പുത്രനോട് ചേർത്ത് നിർത്തുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതത്തെയും അമ്മ മാതാവേ അവിടുത്തെ പുത്രന്റെ കൈകളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പരസ്പരം നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കേൾക്കുന്ന സുവിശേഷ ഭാഗം ഇന്നത്തെ നമ്മുടെ വായനയായ ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം നമ്മൾ ഒരുപാട് കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ച തിരുവചന ഭാഗമാണ്. എൻ്റെ ഹെഡിങ് എന്താണ്? അവിശ്വസ്തനായ കാര്യസ്ഥൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി മണിക്കൂറുകളിൽ നമുക്ക് ധ്യാനിക്കുവാനായി നൽകിയിരിക്കുന്ന ഭാഗമാണ് അവിശ്വസ്തനായ കാര്യസ്ഥൻ. പ്രിയമുള്ളവരെ, ആരാണ് കാര്യസ്ഥൻ? കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു യജമാനൻ തന്റെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താനായിട്ട് നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് കാര്യസ്ഥൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഒന്ന് വായിച്ചാലോ? ലൂക്കോയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം. അവിടുത്തെ വചനം പറയാണ്, യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യായം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. പ്രിയമുള്ളവരുടെ വചനം പറയാണ്, ഒരു യജമാനന് ആരുണ്ടായിരുന്നു? ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ വലിയ ഭൂസ്വത്തിന് ഉടമയാണ്, വലിയ സ്വത്തുക്കൾക്ക് ഉടമയായ ഒരു വ്യക്തിയായിരുന്നു ആ സമ്പന്നനായ. ആരാണത്? ആ യജമാനൻ. അദ്ദേഹം തൻ്റെ സ്വത്തുക്കളും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്ത്? ഒരു കാര്യസ്ഥനെ നിയമിച്ചു. എന്നാൽ ആ യജമാനൻ കേൾക്കുകയാണ്, തൻ്റെ കാര്യസ്ഥൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ കാര്യസ്ഥൻ ആരാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആരാണ്? യജമാനനാണ്. എന്നാൽ വചനം പറയാണ്, ആ യജമാനൻ, ആ കാര്യസ്ഥൻ, ആ യജമാനൻ ആഗ്രഹിക്കുന്ന കണക്ക്, ആ യജമാനന്റെ ആഗ്രഹം അനുസരിച്ച് ആ കാര്യസ്ഥന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയാണ്, ആ യജമാനൻ യജമാനൻ കാര്യസ്ഥനെ വിളിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് നീ ബോധിപ്പിക്കണം. കാര്യസ്ഥതയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ, നീ ഇന്ന് വരെ എൻ്റെ കാര്യസ്ഥനായി, എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ നിയമിച്ചിരിക്കുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു മേൽനോട്ടം നയിക്കുവാനായി ഞാൻ നിന്നെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? ആ കാര്യസ്ഥതയുടെ കണക്ക് നീ എന്ത് ചെയ്യണം? നീ ബോധിപ്പിക്കണം. പ്രിയമുള്ളവരെ, വീണ്ടും അവിടുന്ന് പറയാണ്, എന്നാൽ അവിടുന്ന് ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാനിനി എന്ത് ചെയ്യും? ആ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കാര്യസ്ഥന് കാര്യങ്ങൾ മനസ്സിലായി. പ്രിയമുള്ളവരോട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാര്യസ്ഥനോട് തന്റെ യജമാനൻ പറയാണ്, നിന്നെ പറ്റി പല കാര്യങ്ങളും ഞാൻ കേട്ടു, അതുകൊണ്ട് നിന്റെ കാര്യസ്ഥതയുടെ, നീ ഇന്ന് വരെ കാര്യസ്ഥനായി എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയുടെ ഒക്കെ എന്ത് ചെയ്യണം? അതിന്റെ കണക്ക് നീ ബോധിപ്പിക്കണം. പ്രിയമുള്ളവർ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കണക്ക് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ, അടുത്ത നിമിഷത്തിൽ ആ കാര്യസ്ഥൻ എന്താ പറയുന്നത്? എന്താണ് കാര്യസ്ഥൻ എന്താ പറയുന്നത്? എൻ്റെ യജമാനൻ എന്നിൽ നിന്ന് ഈ കാര്യസ്ഥത എടുത്ത് കളയും. അവിടുന്ന് എടുത്ത് കളയുമെന്നെങ്ങാനും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ നിന്റെ കാര്യസ്ഥത എന്ന് പറയുന്ന വഹിക്കുന്നത് ശരിയായതല്ല എന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് ഞാൻ നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ഇന്ന് വരെ, നീ കാര്യസ്ഥനായ ആ കാലം മുഴുവനും ഇന്ന് വരെ നീ കാര്യസ്ഥനായി ആ ജോലി ചെയ്തതിന്റെ കണക്ക് എന്ത് ചെയ്യണം? നീ കാണിക്കണം. ഈ കണക്ക് എനിക്ക് ബോധ്യപ്പെടണം. പ്രിയമുള്ളവരെ, ആ നിമിഷത്തിൽ തന്നെ ആ കാര്യസ്ഥൻ ഭയപ്പെടാൻ തുടങ്ങി. കാരണം എന്തായിരിക്കും? അതെ, അവന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ ഈ കാര്യസ്ഥതയുടെ ജോലിയിൽ അവൻ സത്യസന്ധതയായിട്ടല്ല അവൻ എന്ത് ചെയ്തത്? അവൻ പ്രവർത്തിച്ചത്. പ്രിയമുള്ളവർ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന ഈ കാര്യസ്ഥത എന്ന് പറയുന്ന ഈ ജോലി,
എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഞാനൊരു കാര്യസ്ഥനാണെങ്കിൽ ഞാൻ എൻ്റെ യജമാനൻ ആഗ്രഹിക്കാത്ത കണക്ക് എൻ്റെ കാര്യസ്ഥതയുടെ ജോലി ചെയ്തപ്പോൾ ഒരിക്കൽ യജമാനൻ എന്നോട് ചോദിക്കുകയാണ്, നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് നീ ബോധിപ്പിക്കണം. അപ്പോൾ തന്നെ ഞാൻ ഭയന്ന്. കാരണം എന്തായിരിക്കാം? ഞാൻ ആ യജമാനൻ ആഗ്രഹിക്കുന്ന കണക്കല്ല ഞാൻ എന്ന് വരെ കാര്യസ്ഥതയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അതിനുശേഷം പറയുന്നത് കേട്ടോ, എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയാം. പ്രിയമുള്ളവരെ, ആ കാര്യസ്ഥന് കാര്യങ്ങളെല്ലാം അറിയാം. ഈ യജമാനൻ തന്നെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ യജമാനന് പ്രിയപ്പെട്ടവനായി ഞാൻ ഈ കാര്യസ്ഥത മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ യജമാനന്റെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആർക്കറിയാം? ഈ കാര്യസ്ഥൻ അറിയാം. പക്ഷെ അത് അവൻ അറിഞ്ഞിരുന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കാര്യസ്ഥതയുടെ കണക്കിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യാണ്? അവൻ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അതിനുശേഷം അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, യജമാനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെയായി അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്തെണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം എടുത്തത് 50 ബത്ത എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണം എടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ. എന്തൊരു കാര്യസ്ഥനാണ്? നീതിരഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ നീതിപരമായ അല്ല ഈ കാര്യസ്ഥ പണി ചെയ്യുന്നതെന്ന് അവിടെ വെളിപ്പെടുത്തിയാണ്. എന്നിട്ടും പറയാണ്, അവൻ അടുത്ത 50 എന്ന് തിരുത്തി എഴുതി. അനന്തരം അവൻ മറ്റൊരുവനോട് നീ എന്ത് ഗോതമ്പിന്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം പറയാണ്, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ. ആരാ ഈ കൗശലപൂർവ്വം പ്രവർത്തിച്ചത്? ഈ കാര്യസ്ഥൻ. വചനം പറയാണ്, കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. ഇത്രയും കാലം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും കാലം അവന്റെ ഈ കാര്യസ്ഥത നോക്കിയപ്പോൾ ഒരിക്കൽ പോലും തന്റെ യജമാനൻ വന്ന് കാര്യസ്ഥതയുടെ കണക്ക് അവനോട് ചോദിക്കുമെന്നൊരു ബോധ്യം അവന് ഇല്ലായിരുന്നു. എന്നാൽ അവൻ നനച്ചിരിക്കാത്ത ഒരു ദിവസത്തിൽ ഇതാ യജമാനൻ കടന്നു വരുന്നു. ശ്രദ്ധിച്ചു കേട്ടെ, അവൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, അവൻ ചിന്തിക്ക പോലും ചെയ്യാത്തൊരു സമയത്ത് അവന്റെ യജമാനൻ വന്നിട്ട് അവനോട് പറയാണ്, നീ ഇന്ന് വരെ ചെയ്ത കാര്യസ്ഥതയുടെ കണക്കെനിക്ക് കാണണം. അപ്പോൾ അവന് ബോധ്യപ്പെട്ട കാരണം, എൻ്റെ യജമാനന് പ്രിയപ്പെട്ടവനായി തീരുന്ന ഒരു പ്രവൃത്തികളും ഈ കാര്യസ്ഥതയിൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ കണക്ക് കൊടുക്കും? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ യജമാനന്റെ മുന്നിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ യജമാനൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? എന്നെ ഈ കാര്യസ്ഥത പണിയിൽ നിർത്താനായിട്ട് സാധിക്കില്ല. അതിനുശേഷം അവൻ പറയുന്ന കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടുന്ന് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പത്തിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിന്നെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. പ്രിയമുള്ളവരെ, അവിടുന്ന് ആ യജമാനനെ സേവിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവൻ പൂർണ്ണമായും എന്ത് ചെയ്ത് തൻ്റെ യജമാനന് ഹിതമല്ലാത്ത പ്രവൃത്തികൾ, ഈ അവിശ്വസ്തതയിലൂടെ അവൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു? അവൻ ഈ യജമാനനെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യസ്ഥ പണി അവൻ ചെയ്തിട്ടേ ഇല്ല. അവൻ ഭയപ്പെടാൻ തുടങ്ങി. ഈ യജമാനൻ എന്നിൽ നിന്ന് കാര്യസ്ഥത എടുത്ത് മറ്റൊരാൾക്ക്, കാരണം യജമാനൻ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ ഞാൻ ചെയ്യുന്നത്, എടുത്തു കഴിഞ്ഞാൽ കിളയ്ക്കാൻ പോകാൻ പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ യജമാനൻ ഒരു ദിവസം വരും എന്നുള്ള കാര്യം എന്താണ്? എനിക്ക് ഉറപ്പാണ്. അത് ഉറപ്പാ. ആ ഉറപ്പിലായിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഈ കാര്യസ്ഥത പണി ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് ഈ യജമാനൻ തന്നിരിക്കുന്ന കാര്യസ്ഥൻ എന്നുള്ള ആ ഒരു ജോലി, കാര്യസ്ഥത ജോലി, അതൊരു താൽക്കാലികമാണ് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് അല്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് അന്വേഷിക്കാൻ ഒരിക്കൽ എന്നെ കാര്യസ്ഥത പണി ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ യജമാനൻ എൻ്റെ അടുത്തേക്ക് കടന്നു വരും. അദ്ദേഹം എന്നോട് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കാര്യസ്ഥതയുടെ ജോലിയിൽ ഞാൻ കടന്നുപോയ വഴികളെല്ലാം എൻ്റെ യജമാനന് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ തുടർന്നും ഞാൻ കാര്യസ്ഥനായിരിക്കുവാൻ യജമാനൻ എന്നെ അനുവദിക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യസ്ഥത എന്നിൽ നിന്നും എടുത്ത് അതിന് കഴിവും യോഗ്യതയും ഉള്ളവർക്ക് എൻ്റെ മറ്റൊരാൾക്ക് കൊടുക്കും. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താകും? ഇത്രയും കാലം ഞാൻ വലിയ രീതിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ. എന്നിട്ട് പറയാണ്, കിളയ്ക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ എനിക്ക് ലജ്ജ തോന്നുന്നു, കിളയ്ക്കാൻ എനിക്ക് ആരോഗ്യമില്ല. കാരണം എന്താ? നല്ല സമയങ്ങളൊക്കെ എൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ നല്ല സമയങ്ങളൊക്കെ എന്ത് ചെയ്ത്
ഞാൻ ആ സമയം ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ നല്ല സമയം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല യുവാവായിരുന്നപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല സമ്പന്നതയിലൂടെ കടന്നുപോയ സമയങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്തില്ല? ഈ കാര്യസ്ഥത പണി എന്താക്കിയില്ല? ആ കാര്യസ്ഥത പണിക്ക് വിശ്വസ്തയോടെ ഞാൻ ചെയ്തില്ല. എന്നാൽ ഇതാ എൻ്റെ ശരീരമൊക്കെ ക്ഷയിച്ച് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതാ എൻ്റെ യജമാനൻ വന്ന് എന്നെ വിളിച്ചു, നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് നീ ബോധിപ്പിക്കുക. ആ സമയത്ത് പറയാണ്, അവന് മനസ്സിലായി. കാരണം ഈ കണക്ക് എൻ്റെ യജമാനന്റെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുപോയാൽ ഒരു നിമിഷം പോലും കാര്യസ്ഥനായിരിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് ആർക്കറിയാം? ഈ കാര്യസ്ഥന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കാര്യസ്ഥൻ പറയാണ്, ഇതെന്റെ യജമാനൻ എന്നിൽ നിന്ന് ഈ കാര്യസ്ഥത എടുത്ത് എന്നേക്കാൾ നല്ലതുപോലെ കാര്യസ്ഥത ജോലി ചെയ്യുന്ന വ്യക്തിയെ കണ്ടുപിടിച്ച് അവന് കൊടുക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? ഈ കാര്യസ്ഥത പണി എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ജീവിക്കണം. ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് കിളയ്ക്കാൻ ആരോഗ്യം ഇല്ല. കാരണം എനിക്ക് ജീവിക്കണ്ടേ? ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്താലല്ലേ ഭക്ഷണം കിട്ടൂ. അപ്പൊ പറയാണ്, എനിക്ക് ജോലി ചെയ്യുവാൻ കിളയ്ക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യം എനിക്കില്ല. മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാൻ എനിക്ക് ലജ്ജയും തോന്നുന്നു. കാരണം ഇത്രയും നാൾ ഒരു കാര്യസ്ഥനായിരുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിലേക്ക് ചെന്ന് കൈ നീട്ടാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈ കാര്യസ്ഥൻ അവിശ്വസ്തനാണ് എന്നാണ് ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്. അവിശ്വസ്തനായ കാര്യസ്ഥൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ഇവിടുത്തെ യജമാനൻ? ഈശോയാണ്. പ്രിയമുള്ളവരെ, ഈശോയാണ് ഇവിടുത്തെ യജമാനൻ. ആ കാര്യസ്ഥൻ ആരാണ്? നമ്മളിൽ ഓരോരുത്തരും ഈ കാര്യസ്ഥനാണ്. എന്നെയും നിന്നെയും കാര്യസ്ഥ പണി ഏൽപ്പിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം ഒരിക്കൽ എന്നിലേക്ക് കടന്നു വരും. എന്നിട്ട് എന്നോട് ചോദിക്കും, ഞാൻ നിന്നെ വിശ്വസ്തയോടെ ഏൽപ്പിച്ച നിന്റെ കാര്യസ്ഥത ജോലിയുടെ അവസ്ഥ എന്താണ്? ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ് എന്താണ്? കാര്യസ്ഥത ജോലി. ആ കാര്യസ്ഥത ജോലി നീ വിശ്വസ്തയോടെയാണോ ചെയ്യുന്നത്, അതോ നീ അവിശ്വസ്തയോടെയാണോ? പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് എന്റെ യജമാനനാണ്, എന്റെ സർവശക്തനായ ദൈവം. ആ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഞാനൊരു എന്തായി മാറണം? അനുഗ്രഹമായി മാറണം. എന്റെ സഹജീവികളോട് ഞാൻ കരുണ കാണിക്കണം. എങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് എനിക്ക് കരുണ ലഭിക്കുള്ളൂ. ചേർന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഈ കാര്യസ്ഥൻ തന്റെ യജമാനന്റെ വാക്ക് കേട്ടുകൊണ്ട് യജമാനന് കടം കൊടുത്തിരുന്ന ഓരോ വ്യക്തികളെ അവൻ സമീപിച്ചു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, നീ എന്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? ആദ്യം എന്താ പറഞ്ഞ? ആദ്യം ചോദിച്ച വ്യക്തി എന്ത് പറഞ്ഞു? ഞാൻ കൊടുക്കാനുള്ളത് എന്താണ്? 100 ബത്ത് എണ്ണയാണ്. അപ്പോൾ ഈ കാര്യസ്ഥൻ അവിടെ കണ്ടോ എന്ത് ചെയ്തെന്നാ പറയുന്നത്? നീ നിന്റെ പ്രമാണം എടുത്തിട്ടത് 50 ബർത്തെന്ന് തിരുത്തി എഴുതുക. വീണ്ടും മറ്റൊരുവനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ എന്താണ് എന്റെ യജമാനന് കൊടുക്കാനുള്ളത്? അപ്പോൾ അവൻ പറഞ്ഞു, 80 കോറ് ഗോതമ്പെന്ന് പറഞ്ഞു, 100 കോറ് ഗോതമ്പെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യസ്ഥൻ പറയാണ്, നീ അതെടുത്തിട്ട് 80 കോറെന്ന് തിരുത്തി എഴുതുക. പ്രിയമുള്ളവരെ, അതിന് ശേഷമുള്ള വചനം പറയാണ്, കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവം നിന്നെ അയച്ചിരിക്കുന്നെങ്കിൽ നിന്റെ കാര്യസ്ഥത എന്ന് പറയുന്നത് സഹജീവികൾക്ക് നീ കാരുണ്യവാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറണം. നിന്റെ സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ വിശ്വാസത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രിയ മകനായി നീ മാറലാണ് നിന്റെ കാര്യസ്ഥത ജോലിയുടെ മൂല്യം. പ്രിയമുള്ളവരെ, ഞാൻ എന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യസ്ഥത ജോലിയിൽ ഞാൻ കാര്യസ്ഥത പ്രവൃത്തി ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? പ്രിയമുള്ളവരെ, ആരുടെ മുന്നിലാണ് ഞാൻ കാര്യസ്ഥത ജോലി? ഈശോയുടെ മുന്നിലല്ല. ഈശോ എന്റെ യജമാനനാണ്. എന്റെ ചുറ്റുപാടും താമസിക്കുന്നവർ, എന്നേക്കാൾ മോശപ്പെട്ട് ജീവിക്കുന്നവർ. മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ചിലർക്ക് നമുക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ജീവിതത്തിന്റെ മേഖലകൾ വീണുപോയവരായിരിക്കാം, രോഗം തളർന്നു കിടക്കുന്നവരായിരിക്കാം, കുടുംബത്തിന്റെ സ്ഥിതികൾ മോശപ്പെട്ടവരായിരിക്കാം, ആരും സഹായിക്കാനില്ലാത്ത വ്യക്തികളായിരിക്കാം. പ്രിയമുള്ളവരോട് വചനം പറയാണ്, നിന്നെ കർത്താവ് കാര്യസ്ഥത ബോധിപ്പിക്കാൻ വിളിക്കുമ്പോൾ നിന്റെ ദേശത്തൊരു വ്യക്തി 3 നേരവും നീ ഭക്ഷിച്ച് ഭക്ഷണത്തിലും നിന്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും നീ കഴിയുമ്പോൾ നിന്റെ ദേശത്തൊരു വ്യക്തി പട്ടിണിയും പരിവട്ടവുമായി കിടക്കുന്ന ഒരു അവസ്ഥ കർത്താവിന്റെ മുന്നിൽ നിലവിളിയെത്തിയാൽ കാര്യസ്ഥനായി നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യസ്ഥത ജോലി ദൈവം എന്ത് ചെയ്യും? നിന്നിൽ നിന്നും എടുത്തു മാറ്റും. പ്രിയമുള്ളവരെ, നിന്നിൽ നിന്ന് എടുത്തു മാറ്റും. അതിനുശേഷം സംഭവിക്കുന്ന അവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷ യാചിക്കാൻ എന്ത് തോന്നുന്നു? ഇവിടെ എന്താണ് ഭിക്ഷ യാചിക്കുക എന്ന് പറയുന്നത്? എന്താണ്? ദൈവം നിന്റെ ജീവിതത്തിൽ നിന്നും ദൈവം നിനക്ക് എല്ലാം നൽകി.
നിനക്ക് സമ്പത്ത് നൽകി, ആരോഗ്യം നൽകി, സൗന്ദര്യം നൽകി, നല്ല ഭാര്യ നൽകി, മക്കളെ നൽകി, കുടുംബം നൽകി, ഭവനം നൽകി, എല്ലാ രീതിയിലും എന്ത് ചെയ്യാണ്? ദൈവം നിന്നെ അനുഗ്രഹിക്കുക. എന്നാൽ നിന്റെ ഒരു അഹങ്കാരം എങ്ങനെയാ? ഇതെല്ലാം എന്റേതാണ്, ദൈവം എനിക്കെന്തോ പ്രത്യേക ക്വാളിറ്റി ഉണ്ടായത് കൊണ്ട് ദൈവം ഇതെല്ലാം എനിക്ക് തന്നിരിക്കുന്നതാണ്, ഞാൻ ഇതുകൊണ്ട് മറ്റാരെയും സഹായിക്കത്തില്ല, ഇത് എനിക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. നിന്നെ ഒരു കാര്യസ്ഥനായി കർത്താവ് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യസ്ഥതയുടെ കണക്കിൽ വരുന്ന ഒരു വ്യക്തിയാണ് നിന്റെ ദേശത്തിൽ നിലവിളിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. നിനക്ക് ഈ ദേശത്ത് മെച്ചമായൊരു ജോലി നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ നിനക്ക് മാത്രം അനുഗ്രഹമായി മാറുന്നതിന് വേണ്ടിയല്ല, പിന്നെയോ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ചുറ്റുപാട്, നിന്റെ ദേശത്തുമൊക്കെ ഒരു നേരം ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, ഒരു വസ്ത്രം എടുക്കാനില്ലാതെ, കുടുംബത്തിന്റെ മേഖലകളിൽ കണ്ണുനീരും രോഗവും അവസ്ഥയുടെ നീ കടന്നു പോകുന്ന ഒരു സമൂഹം നിന്റെ മുന്നിലുണ്ടെങ്കിൽ, ദൈവമായ കർത്താവ് നിന്റെ കാര്യസ്ഥത ഏൽപ്പിച്ചിരിക്കുന്ന നിന്നെ വിളിച്ചിട്ട് നിന്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവർക്ക് വേണ്ടി നീ ഒന്നും ചെയ്തില്ലെങ്കിൽ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്നിൽ നിന്നും നിന്റെ കാര്യസ്ഥത ദൈവമായ കർത്താവ് എടുത്തു മാറ്റും. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തിമോത്തിയോസ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. തിമോത്തിയോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 5-6 ഒന്ന് വായിക്കാമോ? 5-6 വായിച്ചോ. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, കാര്യസ്ഥനായി ദൈവം നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യസ്ഥതയുടെ കണക്ക് എപ്പോഴും നിന്റെ കയ്യില് ഉണ്ടായിരിക്കണം. കാരണം എന്താ? ഏത് നേരത്താണ് യജമാനൻ വന്ന് നിന്റെ കതകിന് മുട്ടുന്നതെന്ന് നിനക്ക് അറിയാൻ പറ്റില്ല. നീ നനച്ചിരിക്കാത്ത സമയത്ത് നിന്റെ യജമാനൻ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിക്കുള്ള ശിക്ഷയിലൂടെ നീ കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ഇതാ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവം നിനക്ക് തന്നിരിക്കുന്ന കാര്യസ്ഥയിലൂടെ, ദൈവം നൽകിയിരിക്കുന്ന ബോധ്യങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത്, ദൈവം നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസം, ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യത്തിലൂടെ നീ നിന്റെ മാത്രം കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, കർത്താവായ ദൈവം നിന്റെ ചുറ്റുപാടും താമസിക്കുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് കാര്യസ്ഥനായ നിന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് നൽകിയ കാര്യസ്ഥ പണിയിലൂടെ നിന്റെ ദേശത്തുള്ള എത്ര പേർക്ക് നീ ഒരു അനുഗ്രഹമായി മാറിയെന്ന്. എനിക്ക് എന്താ പറയാൻ പറ്റുക പ്രിയമുള്ളവരെ? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് പലരും ചുറ്റുപാട് താമസിക്കുന്നവർക്കോ ഒരു ദുഃഖത്തിൽ വേദനയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഒന്നും സഹായിക്കാൻ ഒരു മൈൻഡില്ല, ഒരു മൈൻഡും ഇല്ല. പിന്നെ അവരെന്താ ചെയ്യുന്നത്? എന്താണ്? സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുക. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതം. പലരുടെയും ജീവിതത്തിൽ ദൈവം ആ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പലരെയും അഭിഷേകം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വ്യക്തി ഒരു അനുഗ്രഹമായി തീർന്നാൽ പിന്നെ അദ്ദേഹം മറ്റുള്ളവരോട് അദ്ദേഹത്തെക്കാൾ, ആ വ്യക്തിയേക്കാൾ മോശപ്പെട്ട് ജീവിക്കുന്നവരോടൊന്ന് സംസാരിക്കുന്നത് പോലെ അവർക്ക് എന്തായി മാറും? അവർക്ക് ഇഷ്ടമല്ലാതെ വരും. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് തിമോത്തിയോസ് ഇപ്പൊ നമ്മൾ വായിച്ചല്ലേ, അതിന്റെ 6-6 ഒന്ന് വായിക്കാമോ? 6-6 ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം ഈ ലോകത്തിലേക്ക്, അങ്ങനെയല്ലേ, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ, എന്ത് വളരെ വ്യക്തമായ രീതിയിലാണ് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിനക്ക് ഈ ഭൂമിയിൽ നീ ജനിച്ച് നിനക്ക് ഇതെല്ലാം നേടുവാനായിട്ട് നിന്നെ സഹായിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവമാണ്. നിന്റെ കഴിവും നിന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും എല്ലാം കർത്താവിന്റെ ദാനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് അഹങ്കരിക്കാനായിട്ടുള്ളത് ഒന്നുമല്ല, എനിക്ക് അഹങ്കരിക്കാനുള്ളതല്ല. പിന്നെയോ, പിന്നെ എന്തിനുള്ളതാ? മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം. അതാണ് കർത്താവ് പറയുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുകയില്ല. പ്രിയമുള്ളവർ, നീ ഒരു ഗോതമ്പ് മണിയാണ്.
ഈ ഗോതമ്പ് മണിയുടെ ദൗത്യം എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക്, ആർക്കാണ്? സഹജീവികൾക്ക് അനുഗ്രഹമാക്കുന്ന രീതിയിൽ നിന്റെ കാരുണ്യ മേഖലയിലേക്ക് നിനക്ക് കടന്നു പോകുവാൻ, നിനക്ക് മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ സാധിക്കാത്ത ജീവിതമാണ് നീ നടത്തുന്നതെങ്കിൽ കർത്താവ് നിന്നോടും കാരുണ്യം കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കാരുണ്യം എന്നിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. എന്റെ സഹജീവികളോട് എനിക്ക് കരുണ കാണിക്കണം. ഇവിടെ വചനം പറയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുവാൻ സാധിക്കുകയുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ ഒന്ന് കേട്ടു നോക്കി. നിങ്ങളൊന്ന് ചിന്തിച്ച്, എൻ്റെ ഇന്നത്തെ ജീവിതം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതമാണോ? പ്രിയമുള്ളവരെ, വചനം പറയാണ്, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ജീവിതം ഒന്ന് ആത്മശോധനം ചെയ്യണം. എൻ്റെ ഇന്നത്തെ ജീവിതം കണ്ടാൽ സകലതും ഞാൻ കൊണ്ടുവന്നതുപോലൊരു ജീവിതം, മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ പറ്റാത്ത, ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ക്യാൻസറിന്റെ മരുന്ന് വാങ്ങാൻ കൊടുക്കാൻ പോലും പൈസ ഉണ്ടെങ്കിൽ പോലും ഒരു നന്മ ചെയ്യാൻ പറ്റാത്തൊരു ജീവിതമാണോ എൻ്റേത്? പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എന്തുമാത്രം മക്കളാണ് ഓരോ ദിവസങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടിപിടികൊള്ളും. എന്തുമാത്രം! ആ നിമിഷങ്ങളിലും എൻ്റെ ബാങ്കിൽ, എൻ്റെ ATM-ലും എൻ്റെ മക്കളുടെ പേരിലുമൊക്കെ മക്കൾ കുഞ്ഞായിരിക്കുകയാണ്. മെനഞ്ഞാന്ന് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് കടന്നു വന്ന ഒരു സഹോദരി, കൗൺസിലിങ്ങിനായിട്ട് വന്നൊരു സഹോദരി ഞാനുമായി അപ്പോൾ സംസാരിക്കുമ്പോൾ അവരെന്നോട് പങ്കുവച്ച ഒരു കാര്യം ഇങ്ങനെയാണ്. ഇവര് മുഴുവനും മുടിയൊക്കെ നരച്ച് വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു രോഗം കണ്ടു കഴിഞ്ഞാൽ വലിയൊരു രോഗത്തിന് അടിമപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ സഹോദരിയോട് ചോദിച്ചു, എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ബ്രദറെ, എനിക്കൊരു രോഗമില്ല. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? ഇങ്ങനെയൊക്കെ വളരെ അവസ്ഥയാണല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ്, ബ്രദറെ, ഞങ്ങള് ഭാര്യയും ഭർത്താവും, ഞങ്ങൾക്ക് 2 മക്കളുമായിരുന്നു. എൻ്റെ മോക്ക് ഇപ്പോൾ 13 വയസ്സുണ്ട്, മോന് 7 വയസ്സുണ്ട്. എന്നാൽ ഈ മോനും മോക്കും വേണ്ടി ഈ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സാമ്പത്തികമായി കിട്ടിയിരുന്ന മേഖലകളൊക്കെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മത്സരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാണ്. കാരണം ഈ വീട് മോനാണ്. അപ്പോൾ മോളെ കല്യാണം കഴിച്ചയക്കണ്ടേ. അപ്പോൾ മോക്ക് എത്ര വയസ്സുണ്ട്? 13 വയസ്സേ ആയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അവൾ 8ൽ പഠിക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് പറയുന്നത്. ഈ 13 വയസ്സുള്ള മോക്ക് കല്യാണം കഴിച്ചയക്കാനായിട്ട് ഇപ്പൊ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെപ്പോസിറ്റും ചെയ്യുന്നു. ഗോൾഡൊക്കെ മേടിച്ച് ബാങ്കിൽ വെക്കുകയാണ്. ഗോൾഡൊക്കെ മേടിച്ച് ബാങ്കിൽ വെക്കുക. എന്തിനു വേണ്ടിയാ? മകളെ അയക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മൾ മാനുഷികപരമായി ചിന്തിക്കുമ്പോൾ അതെല്ലാം നല്ലൊരു കാര്യമാണ്. കാരണം എന്താ? നമ്മുടെ മക്കൾക്ക് വേറെ ആരും ചെയ്യാനില്ല, നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. പ്രിയമുള്ളവരും, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവം നിന്നോട് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നീ ദൈവത്തിന്റെ മുന്നിൽ അനുസരിച്ചിട്ടുണ്ടോ? അതോ അനുസരിക്കാതെ പോയിട്ടുണ്ടോ? ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഓക്കെ, ബാക്കിയൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദറെ, എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ട് ഇപ്പോൾ വർഷം 3 ആയി. ഞങ്ങളുടെ ഡെപ്പോസിറ്റ് കാര്യങ്ങളുമെല്ലാം അവിടെ എന്തായി? തടസ്സമായി മാറി. ഇന്ന് പല ദിവസങ്ങളും രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ആ സഹോദരി എന്നോട് പറയുകയാണ്, എനിക്ക് ഉറക്കമില്ല. കാരണം 13 വയസ്സും 8 വയസ്സുമുള്ള മക്കളുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ വിവാഹത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി, അവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതും സ്വപ്നം കണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ ദൈവത്തിന്റെ മുന്നിൽ കർത്താവിനെ ആരാധിക്കുവാനോ, ദൈവത്തെ കാണുവാനോ, മറ്റുള്ളവരോട് സ്നേഹപ്രകടനം കാണിക്കുവാനോ, ബന്ധത്തിലും സ്വന്തത്തിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പെടുന്നവരും കാണുന്നവരെ കണ്ണുകൾ തുറന്ന് കാണുവാനോ പറ്റാത്ത രീതിയിൽ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ട ജീവിതത്തിൽ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു മേഖലയെന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളിൽ നിന്നും അവരുടെ ജീവിത പങ്കാളി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അദ്ദേഹം മരിച്ചു. അത് റിയലിക്കലാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ഈ സഹോദരി അതിനുശേഷം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി ഞാൻ എങ്ങനെയാണ്, എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും, എനിക്കെങ്ങനെ, എൻ്റെ മക്കളുടെ ജീവിതം എങ്ങനെ? ഇത് പറഞ്ഞും ചിന്തിച്ചും ഇവരിന്ന് ഒരു സൈക്കാട്രിക് മനോഭാവത്തിലേക്ക് ഇവരെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവരെ ഒരു സൈക്കാട്രിക് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. വീണ്ടും ഇങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഡോക്ടർ ഒരു സൈക്കോ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരിക്കൽ കൂടി മാറ്റം വന്നില്ലെങ്കിൽ വീണ്ടും ഇവർക്ക്
അവിടുന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ കർത്താവിൻ്റെ മുന്നിൽ ഇന്ന് വന്നിരിക്കുകയാണ് പ്രാർത്ഥനയായിട്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയത് എന്തൊക്കെയാണ്? പ്രിയമുള്ളവർ, ഇന്ന് ആർക്കും അറിയത്തില്ല ദൈവം എന്താണ് എനിക്ക് ദാനമായി നൽകിയതെന്ന്. ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്, കർത്താവായ ദൈവം മിശിഹ തമ്പുരാൻ എനിക്ക് ദാനമായി നൽകിയത് എന്താണ്? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, സർവശക്തനായ ദൈവം എനിക്ക് നൽകിയത് ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ചേർന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ആ ആത്മാവിന്റെ അവസ്ഥ ഇന്നത്തെ എന്താണ്? ഞാൻ എന്തിനെ കുറിച്ചൊക്കെ ആകുലതപ്പെടുന്നു? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകള്? ഒരുപാട് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി എൻ്റെ ബന്ധങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞൊരു വ്യക്തിയാണോ ഞാൻ? ഇന്ന് അനേകങ്ങള് സഹോദരങ്ങൾ തങ്ങളിൽ, സഹോദരിമാര് തങ്ങളിൽ, അപ്പനും മകനും തങ്ങളിൽ, അമ്മയും മകളും തങ്ങളിൽ സംസാരിക്കുകയും സഹകരണമില്ലാത്ത ജീവിതത്തിലേക്ക് കടന്നുപോയിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം സമ്പത്തിന്റെ അതിപ്രസരമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവരുമായി പങ്കുവയ്ക്കാൻ, അവരുടെ ജീവിതത്തിന്റെ കഷ്ടനഷ്ടങ്ങളിൽ സമ്പന്നനായി നിൽക്കുന്ന എന്നോട് അവർ ചോദിക്കുമ്പോൾ എനിക്ക് അവരെ സഹായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇനിയും അവരുമായി സഹകരിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കണമെന്നൊരു മനോഭാവം എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഞാൻ അവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ വേർപെടുത്തുകയാണ്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് വേണ്ട, അങ്ങനെ ഒരു സഹകരണം എനിക്ക് വേണ്ട. പ്രിയമുള്ളവരെ, അവിടുന്ന് 1 തിമോത്തി 6:9 ഇപ്പോൾ നമ്മൾ വായിച്ചത് തന്നെ. 9-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? നേരത്തെ 8 വായിച്ചത്, ഇപ്പൊ 9 വായിര്. ധനവാന്മാരാകണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിബന്ധിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പ്രിയ ജനത്തോട് പറയുകയാണ്, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്നു. ആ നിരവധി വ്യാമോഹങ്ങളിൽ നിബന്ധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ചിന്ത മുഴുവനും ഇതാണ്. പ്രിയമുള്ളവരെ, സമ്പത്ത് വേണം, സമ്പത്ത് ജീവിക്കാൻ വേണം. എന്നാൽ സമ്പത്തിന്റെ ഉറവിടമായ ക്രിസ്തുവിനെയാണ് നീ മുറുകെ പിടിക്കേണ്ടത്. ചേർന്ന് പറഞ്ഞേ, നീ അന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ ദാനമാണ്. നീ ഈ ഭൂമിയിൽ ഒരമ്മയുടെ ഉദരത്തിൽ ഗർഭമായി നീ പുറത്തു വന്ന നിമിഷത്തിൽ തന്നെ നീ UK-യിലേക്ക് വലിയ ഒരു സംഭവമായിട്ട്, കാനഡയിലേക്ക് വലിയൊരു സംഭവമായിട്ട്, റഷ്യയിലോ അമേരിക്കയിലോ വലിയൊരു സംഭവമായിട്ടൊന്നും നീ എന്ത് ചെയ്തില്ല, നീ മാറ്റപ്പെട്ടിട്ടില്ല. പിന്നെയോ ദൈവമായ കർത്താവ് വഹിച്ച ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ, അനേകങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ് സ്വർഗം നൽകിയ ബോധ്യങ്ങൾ അനുസരിച്ച് ദൈവം നടന്ന വഴികളിലൂടെ, ദൈവം നടത്തിയ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് അനുഗ്രഹമായ ഒരിടത്തിലേക്ക് നിനക്ക് ചെന്ന് കയറാൻ പറ്റിയത്. എന്നാൽ നീ ചെന്ന് കയറിയതിനു ശേഷം നീ ചെയ്യുന്ന എന്താണ്? നടന്നു വന്ന ആ നല്ല വഴി, ആ പാലം എന്ത് ചെയ്യും? ആ വഴി നീ കെട്ടിയടയ്ക്കും. നീ ദൈവസന്നിധിയിലേക്ക് പിന്നെ നിനക്ക് പോകുവാനായിട്ട് സാധിക്കുന്നില്ല. ഞാനുമായി വലിയ ബന്ധം, വലിയ രീതിയിൽ സഹകരിച്ചുകൊണ്ടിരുന്ന പലരും ദൈവാരാധനയിലും ദൈവത്തെയും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് സഹകരണം നിർത്തിയ അനേകങ്ങളുണ്ട്. സമ്പത്തിന്റെ അതിപ്രസരം കുന്നുകൂടിയപ്പോൾ അവർ ആദ്യം ഉപേക്ഷിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. പ്രിയമുള്ളവരെ, അവിടുന്ന് പഴയ നിയമത്തിൽ പരിശുദ്ധ വചനം പറയാണ്, നിയമാവർത്തന പുസ്തകത്തിൽ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിച്ചത് എന്ത് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് നീ അനുഭവിച്ചറിയും. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എന്തില്ല, സമയമില്ല. കാരണം എന്താ? ഞാനങ്ങ് ഓടുകയാണ്. ഒരിടത്ത് ജോലി ചെയ്ത് കിട്ടുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, അത് മുഴുക്കുന്നില്ല. 3 ലക്ഷം രൂപ മാസം ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ കിട്ടിയിട്ട് ആ 3 ലക്ഷം രൂപ കൊണ്ട് എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഒരിടത്തും കൂടെ പോവുക. എന്തിനാ? ജോലിക്കായിട്ട്. ആ ജോലിയിലൂടെ കിട്ടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, തികയുന്നില്ല. കാരണം എന്താ? ഇതെല്ലാം നേടി നീ വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ സകലതും നേടിയെന്നാണ് നീ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് സകലതും നേടി? എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത്? 10-ാമത്തെ വചനം വായിക്കാമോ? എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളിൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, എനിക്കറിയുന്ന അനേകങ്ങളുണ്ട് UK-യിലൊക്കെ. അവിടെ സ്വന്തമായി ഫ്ലാറ്റൊക്കെ വാങ്ങാനായിട്ട്, വീട് വാങ്ങാനായിട്ട് എല്ലാം ദൈവത്തിന്റെ മുന്നിൽ വിളിച്ചുകൊണ്ടിരുന്ന അനേകങ്ങള്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് കർത്താവ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ കർത്താവിന്റെ മുന്നിൽ എന്ത് ചെയ്ത്? വാതിലടച്ചു. ദൈവത്തെ തന്നെ അവർ ഉപേക്ഷിച്ചു. ഇന്ന് പല രാജ്യങ്ങളിലും ഒരു
വ്യക്തി തൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വരെ ദൈവത്തിൻ്റെ കൂടെ ഭയങ്കര വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ ഒരു ദിവസം ഡ്യൂട്ടിയിൽ ശമ്പളം വേണ്ട, ആ സമയം മാറ്റി വെച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ ജടിക സുഖങ്ങളിലേക്ക്, സന്തോഷങ്ങളിലേക്ക് കടന്നു ചെന്ന് വിവാഹം ആര് കൊടുത്തതാ? ദൈവം കൊടുത്തതാ. എങ്ങനെയാ? ദൈവത്തിന്റെ മുന്നിൽ അനേകങ്ങൾ നിനക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ ചുറ്റുപാട്, നിന്റെ ദേശം, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, വൈദികരൊക്കെ നിനക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിച്ച് സർവശക്തനായ ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ പിതാവ് അവരുടെ പ്രാർത്ഥനയിൽ കേട്ടതാണ് നീ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖങ്ങളും സന്തോഷങ്ങളും. അത് നീ മറക്കുന്ന നിമിഷത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരിവിടെ പറയാണ്, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനേകങ്ങൾ തകർന്നിരിക്കുന്നതിന്റെ കാരണം, വലിയ സമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന അനേകങ്ങൾ എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. എന്നിട്ട് എന്നോട് പറയാണ്, 5ഉം 10ഉം ലക്ഷങ്ങൾ മാസം സാലറി കിട്ടുന്ന എനിക്ക് എന്റെ ജീവിതം ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല. ആദ്യകാലങ്ങളിൽ വെറും 30,000 20,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് സന്തോഷത്തിലും സമൃദ്ധിയിലും 7 മണി എന്നൊരു സമയത്ത് കർത്താവിന്റെ മുന്നിൽ മുട്ടുകുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ജപമാല ചൊല്ലി കുടുംബങ്ങൾ ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിനെ ആരാധിച്ചിരുന്ന പല കുടുംബങ്ങളിലും ഇന്ന് 10 ലക്ഷവും 20 ലക്ഷങ്ങളും ഒക്കെയായി സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഇന്ന് അവര് പറയാണ്, എനിക്ക് പള്ളിയിൽ പോകുവാൻ സമയമില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സമയമില്ല, മാതാപിതാക്കളെ കാണുവാൻ സമയമില്ല, ദൈവത്തിന് ദശാംശം കൊടുക്കുവാൻ എനിക്ക് സമ്പത്തില്ല. എങ്ങനെയാ? 10 ലക്ഷം 20 ലക്ഷം രൂപയായി എന്റെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ഞാൻ പറയാണ് കർത്താവിന് ദശാംശം കൊടുക്കാൻ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതിന്റെ എല്ലാം ഒരു 10-1 എന്ന് പറയുന്നത് ആർക്കുള്ളതാ? അത് ദൈവത്തിനുള്ളതാ. അത് ദൈവത്തിന് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കാമോ? മത്തായി 6:24 പെട്ടെന്ന് വായിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം കിട്ടിയാൽ ഉറച്ചു വായിച്ചേ. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നെങ്കിൽ ഒരുവനെ ദേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധ വചനം വലിയൊരു ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് ആ ബോധ്യം? 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും, വളരെ വ്യക്തമായി പരിശുദ്ധ വചനം പറയാണ്, 2 യജമാനന്മാർ. ആരാണ് യജമാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യജമാനൻ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങളെ എല്ലാം തീരുമാനിക്കാൻ, എന്റെ എല്ലാത്തിനും മുകളിൽ കാണുന്ന വ്യക്തിയാണ് ആര്? യജമാനൻ. അപ്പോ പറയാണ്, അങ്ങനെ ഒരു വ്യക്തി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രിയമുള്ളവരെ, എന്നിട്ട് അവിടുന്ന് മത്തായി സുവിശേഷം പറയാണ്, 2 യജമാനൻ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ഇസ്രായേലിന്റെ ദൈവത്തെയും സമ്പത്തിനെയും. പ്രിയമുള്ളവരെ, സമ്പത്ത് കുന്നുകൂടുമ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത്, നിനക്ക് ജന്മം നൽകിയ, നിന്നെ ഈ ഭൂമിയിൽ അനുഗ്രഹമാക്കി മാറ്റിയ നിന്റെ കർത്താവിൽ നിന്ന് നീ അകന്നു മാറും. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ. എന്നാൽ ഈ സമയങ്ങളിലൊന്നും നീ പാപാവസ്ഥയിലാണ്. നീ പാപം എന്ന് പറയുന്നത് എന്താണ്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിക്കുമ്പോൾ അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്കും തന്റെ കണ്ണുകൾ തുറന്ന് താൻ നടന്നു പോകുന്ന വഴികൾ കാണുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പന്നതയുടെ നടുവിൽ ഓടി നടന്ന് ഓവർ ടൈമും മറ്റു ജോലികളും ചെയ്ത് ദൈവത്തിന് ദശാംശം കൊടുക്കാതെ ഈ ഭൂമിയിൽ നിന്റെ സമ്പത്തിലൂടെ പലർക്കും അനുഗ്രഹമായി നിന്റെ ജീവിതം മാറണമെന്ന് ദൈവം കൽപ്പിച്ച് നിനക്ക് നൽകിയിരിക്കുന്ന അവസ്ഥകൾ നീ കാണാതെ, നിന്റെ ബന്ധത്തിലും സ്വന്തത്തിലും നാട്ടിലും ചുറ്റുപാടും ദേശത്തും കഷ്ടതയുടെ നഷ്ടത്തിന്റെ വേദനകളിൽ കടന്നു പോകുന്ന മക്കളെ കാണാതെ കണ്ണുകൾ രണ്ടും നിന്റെ അടഞ്ഞു പോകുന്ന ജീവിതം, അതാണ് കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ഒന്നാമത്തെ വ്യക്തിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥകൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നമ്മളിവിടെ തന്നെ ദാസൻ, ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലെ ധനവാൻ ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നൊന്ന് ശ്രദ്ധിക്കട്ടെ. ധനവാൻ എന്ത് ചെയ്തിട്ടില്ല? ഒരു പാപവും ചെയ്തിട്ടില്ല. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തിരുന്നു. എന്താണ്? അവന്റെ ചുറ്റുപാടും, അവന്റെ മുന്നില്, അവന്റെ വീട് വാതക്കൽ, അവന്റെ പടിക്കുള്ളിൽ, അവന്റെ
ഗേറ്റിനുള്ളിൽ, ഗേറ്റ് തുറന്ന് ഫ്രണ്ടിൽ കാണുന്നിടത്ത് ആരുണ്ടായിരുന്നു? ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നു. അവന്റെ പേരാണ് ലാസർ. അവനെ കാണുവാൻ പറ്റാത്ത രീതിയിൽ ഈ ധനവാന്റെ കണ്ണുകള് മൂടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, കണ്ണുകൾ മൂടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം ബാധിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ. നമ്മൾ വായിച്ച് വചന ലൂക്കാ 16-ാമത്തെ അധ്യായത്തില് അതിന്റെ 1 മുതൽ 13 വരെയുള്ള വായത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, അവിടുന്ന് എന്റെ യജമാനൻ എന്റെ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് കിളയ്ക്കാൻ ആരോഗ്യമില്ല, എനിക്ക് ഭിക്ഷ യാചിക്കാൻ ലജ്ജ തോന്നുന്നു. അപ്പൊ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്ത് കളയോന്ന് ഉറപ്പാ അല്ലേ? എന്തുകൊണ്ടാ കാര്യസ്ഥത എടുത്ത് കളയുന്നത്? എന്തുകൊണ്ടാ? അതെ, കാര്യസ്ഥത ജോലിയിൽ നീ എന്ത് ചെയ്തില്ല? നീ നിന്റെ യജമാനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നിന്റെ കാര്യസ്ഥത ജോലി നീ ചെയ്തില്ല. ഇവിടെ നിന്റെ കാര്യസ്ഥതൻ എന്ന് പറയുന്നത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഈ സമൂഹത്തിലെ ഉന്നത പദവിയും സമ്പത്തും ഒക്കെ ദൈവം നൽകിയിരിക്കുന്നതാണ്. ആ കാര്യസ്ഥത ജോലിയിൽ നിന്നിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുവാൻ ഒരു സമൂഹത്തെ തന്നെ നമ്മുടെ ചുറ്റുപാടും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അവരെ കാണാതെ, അവരെ കേൾക്കാതെ, അവരോട് സംസാരിക്കാതെ, അവർക്ക് സഹായങ്ങൾ നൽകാതെ നീ ഈ ലോകത്തിൽ എന്ത് ചെയ്താലും അതൊന്നും എന്തായി മാറില്ല? അനുഗ്രഹമായി മാറില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 2 യജമാനന്മാരെ സേവിക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. ഒന്നെങ്കിൽ ഒരുവനെ ദേഷിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യാം. ഇവിടെ നിന്റെ ജീവിതത്തിൽ സമ്പത്തും കർത്താവിനും 2 യജമാനന്മാരായിട്ട് വരുമ്പോൾ സമ്പന്നനായ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരാണ്? നിന്റെ സർവശക്തനായ ദൈവമാണ്. ആ സമ്പത്തിനെയാണ് നീ ചേർത്ത് പിടിക്കുന്നതെങ്കിൽ ഒരു തിന്മയിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നീ വീണു പോകാൻ ദൈവം അനുവദിക്കില്ല. മറിച്ച് കർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് സമ്പത്തിനെയാണ്, 2 യജമാനന്മാരിൽ ഒരു യജമാനനായ സമ്പത്തിനെ നീ ചേർത്ത് പിടിക്കുമ്പോൾ ആ സമ്പത്തിന്റെ കൂടെ നിന്നിലേക്ക് കടന്നു വരുന്ന കുറെ ഘടകങ്ങളുണ്ട്. അതൊന്നാമത്തെ ഘടകം നിന്നിൽ കൊള്ളുന്നത് അഹങ്കാരമാണ്. 2 പാപം ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ഈ ലോകത്തിന്റെ അവസ്ഥകളിലൂടെ ജീവിക്കുന്ന നിന്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള ടെൻഡൻസി എന്തായി മാറും? കൂടി വരും. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:12, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമുക്ക് വായിക്കാമോ? ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ഉള്ളവന് എന്തുള്ളതാ? കൊടുക്കാൻ മനസ്സുള്ളവന്, മറ്റുള്ളവരെ സഹായിക്കുവാൻ ബോധ്യമുള്ളവന് ദൈവം എന്ത് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്? അവന് സമൃദ്ധി നൽകും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഈ ലോകത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരും അവർ ദശാംശം കർത്താവിന് കൊടുത്തും ഈ ഭൂമിയിൽ കർത്താവിന്റെ പ്രീതികരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും നശിച്ചു പോകുന്നതായിട്ട് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ കേൾക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം ഈ വ്യക്തിയെ ക്രമീകരിച്ച് ഈ വ്യക്തിക്ക് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാനാ? മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഉള്ളവനെ, കൊടുക്കാൻ മനസ്സുള്ളവനെ എന്ത് ചെയ്യും? അവന് സമൃദ്ധി ഉണ്ടാവും. ഉറപ്പാ, അതിലൊരു മാറ്റവും ഇല്ല. വീണ്ടും പറയാണ്, ഇല്ലാത്തവരിൽ നിന്നും, കൊടുക്കാൻ മനസ്സില്ലാത്തവരിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും. ഒരു വ്യക്തി ദൈവത്തിന്റെ മുന്നിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കൊടുത്താണ് ഒരു ഭവനം ഇവിടെ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ കടം തീരുന്നത് വരെ ഞാൻ ഇനി എന്ത് ചെയ്യില്ല? ദൈവത്തിന് ദശാംശം കൊടുക്കാൻ. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നത്? നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവമായ കർത്താവിന്റെ മുന്നിൽ ദൈവം കൊടുത്ത സമ്പത്ത് കൊണ്ടാണ് നീ എന്ത് ചെയ്തത്? ജീവിച്ചത്. ഇന്ന് നീ ഈ വലിയൊരു ഭവനം, ഒരു ഫ്ലാറ്റ് വാങ്ങി അതിൽ താമസിക്കാൻ ഇടവരുത്തിയത് ആരാ? ദൈവമാണ്. അത് പല രീതിയിലും, നിന്റെ സമ്പത്ത് മാത്രം കൊണ്ടല്ല, പല രീതിയിലുള്ള ലോൺ ആയാലും എന്തായാലും ഇതിലൊക്കെ എത്തപ്പെടുവാൻ നിന്നെ ആരാ കൊണ്ടാക്കിയത്? ദൈവമാണ്. അനേകങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നീ ഒരുപാട് നിയോഗങ്ങൾ വെച്ച് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം നിനക്ക് ഈ ഭവനം വാങ്ങുവാൻ, ഈ ഫ്ലാറ്റ് വാങ്ങുവാനുള്ള കൃപ നൽകിയത്. എന്നിട്ട് ഫ്ലാറ്റ് വാങ്ങിക്കഴിയുമ്പോൾ നീ ഫസ്റ്റിലെടുക്കുന്ന തീരുമാനം എന്താണ്? ഇനി ഈ ഫ്ലാറ്റിന്റെ കടം തീരുന്നത് വരെ കർത്താവിന് എനിക്കൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. എന്താ കാരണം? എന്താ പറയുന്നത്? എനിക്ക് കടബാധ്യതയാണ് ബ്രദറെ. കാരണം ഈ കടം എന്ന് ഞാൻ വീട്ടിൽ തീരും. ഞാൻ ചോദിക്കുകയാണ്, ഈ കടം വീട്ടുന്നത് വരെ നിനക്കൊരു രോഗം വന്നാൽ നീ ആശുപത്രി പോകുമോ? അത് ദൈവഹിതമാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ കടബാധ്യത ഉള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യുന്ന പറയുന്ന? നീ ദൈവത്തിനൊന്നും കൊടുക്കുന്നില്ല. കാരണം എന്താ? നീ പറയുന്ന അതിന്റെ ന്യായം എന്താണ്? അതെ, എന്റെ കടബാധ്യത തീരാതെ ഞാൻ എങ്ങനെ കൊടുക്കും? നിനക്കിപ്പോ എത്ര 10 ലക്ഷം രൂപയോളം മാസം സാലറി കിട്ടുന്നുണ്ട്. ആ നീയാണ് പറയുന്നത്, എന്താ പറയുന്നത്? എനിക്ക് കടമാണെന്ന്. അപ്പോ ഈ ദൈവം നിനക്ക് നൽകുന്ന 1 രൂപയാണെങ്കിൽ അതിന്റെ 1 പൈസ തമ്പുരാന് കൊടുത്തിട്ടാണ് നീ ബാക്കി എന്ത് ചെയ്യേണ്ടത്? നിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. എന്നാൽ നീ പറയുന്ന ന്യായം ഇങ്ങനെയാണ്, ഞാൻ ഈ ഭവനം വാങ്ങിയത് കൊണ്ട്
പ്രിയമുള്ളവരെ, ഇത്രയും പൈസ കൊടുത്ത് ഈ ഭവനം വാങ്ങിയിട്ട് ആ ഭവനത്തിൽ ആരില്ല? ദൈവമില്ല അവിടെ. കാരണം എന്താ? നീ കർത്താവിനെതിരായ ഒരു തീരുമാനം എടുത്തില്ലേ? അവിടെ എന്താ സംഭവിച്ചത്? യജമാനന്മാര് രണ്ടായി മാറി. സർവശക്തനായ ക്രിസ്തുവിനെ നീ മാറ്റി നിർത്തി. അതിനുശേഷം സമ്പത്താകുന്ന യജമാനനെ നീ ചേർത്ത് പിടിച്ചു. ഇന്ന് ഈ സമ്പത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നിന്റെ ജീവിതത്തിൽ ആരില്ല? ദൈവമില്ല. അപ്പൊ പിന്നെ നിനക്ക് ഉള്ളവന് പറ്റുമോ? അതാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്തവനിൽ നിന്നും, അതായത് ദൈവത്തിന് കൈയഴിച്ചു കൊടുക്കാൻ ദൈവഹിതമനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും. എന്നാൽ കൊടുക്കുന്ന വ്യക്തിക്ക് എന്ത് നൽകപ്പെടും? അതെ, മത്തായിയുടെ സുവിശേഷം 6:19. അടുത്തൊരു വചനം കൂടെ വായിക്കാമോ? മത്തായി 6:19 വായിക്കാമോ? 6:19. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യും. ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. മനസ്സിലായോ? ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ ബാങ്കിലും ഡെപ്പോസിറ്റോ കാര്യങ്ങളോ വേണ്ട എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അനധികൃതമായി ഇതെല്ലാം നീ ഇതെല്ലാം നേടി, ഇതെല്ലാം ഈ ഫ്ലാറ്റും ഒക്കെ മേടിച്ചതെല്ലാം ചെയ്ത് സമാധാനത്തോടെ നിനക്ക് ഇത് അനുഭവിക്കാൻ പറ്റണ്ടേ? നിനക്ക് ഈ ലോകത്ത് ഏതെങ്കിലും കടയിൽ പോയി സമാധാനം കാശും എടുത്ത് മേടിക്കാമോ? എനിക്കറിയാവുന്ന അനേകങ്ങളുണ്ട് ഇതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തോട് ചേർന്ന് നിന്നപ്പോഴാണ് ILTC പോലും ജയിച്ചത്. അതാണ് അവർ മറക്കുന്ന ഏറ്റവും വലിയൊരു സംവിധാനം. 2 പ്രാവശ്യം ILTC എക്സാം എഴുതിയിട്ട് ജയിച്ചപ്പോൾ, ബ്രദറെ ILTC എക്സാം എഴുതണം, എനിക്ക് UK പോകണം എന്നൊക്കെ ദൈവത്തിന്റെ മുന്നിൽ വാശി പിടിച്ച് കരഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ അനേകങ്ങൾ കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം അവളെ എന്ത് ചെയ്തു? ILTC എക്സാം ജയിക്കുവാനായി അനുഗ്രഹിച്ചു. എന്നാൽ ILTC എക്സാം പാസ്സായി അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം തന്നെ അവൾ എന്ത് ചെയ്തു? എനിക്കെല്ലാം തന്ന, എന്നെ സഹായിക്കുന്ന, എന്റെ കൂടെ വസിക്കുന്ന എന്റെ ദൈവത്തെ എന്ത് ചെയ്ത്? തള്ളിക്കളഞ്ഞു. അപ്പോൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ബ്രദറെ, എനിക്കിപ്പോൾ കിട്ടുന്നത് കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ മറന്നിട്ടൊന്നും അല്ല, ഒരിക്കലും മറന്നിട്ടല്ല. പക്ഷെ എനിക്കിപ്പോ ഈ കിട്ടുന്ന 5 ലക്ഷം രൂപ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, നേരത്തെ നിനക്ക് 10,000 രൂപ ശമ്പളം നിനക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ 1000 രൂപ നീ എന്ത് ചെയ്യുമായിരുന്നു? ആ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിന് 1000 രൂപ നീ നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് 10 ലക്ഷം രൂപ അതിൽ കൂടുതലും ഒക്കെ സാലറിയിലേക്ക് നീ വന്നപ്പോൾ നീ പറയുന്ന ഒരു മേഖലയാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതോ മറന്നുപോയതോ അല്ല, എനിക്ക് ഈ കടങ്ങൾ ഉണ്ടായത് കൊണ്ട് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, വചനം പറയാണ്, നീ സമ്പത്ത് ഒരുക്കി വെക്കേണ്ടത് എവിടെയാണ്? എവിടെയാ? ഭൂമിയിലല്ല. നീ നിക്ഷേപം കരുതി, നീ വീട് വേണം, എല്ലാം വേണം, എന്നാൽ നിന്റെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടണം. അതിലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് കാര്യസ്ഥത ജോലി. ഈ കാര്യസ്ഥത ജോലിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ആ കാര്യസ്ഥ പണി എന്നെ ഏൽപ്പിച്ച എന്റെ യജമാനനായ സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ ഞാൻ വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയുമാണോ ജീവിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്റെ കാര്യസ്ഥത പണിയിൽ ഞാൻ എന്നും ഒരു കാരുണ്യമുള്ള വ്യക്തിയായി ജീവിക്കും, എന്നും അനുഗ്രഹമായി മാറും. മറിച്ച് എൻ്റെ കാര്യസ്ഥത പണിയിൽ എനിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നോടും കാരുണ്യം കാണിക്കില്ല.